ഇതെന്ത് ചമ്മന്തിയാണെന്ന് മനസ്സിലായി. ഇത് ഇഞ്ചി മാങ്ങ ചമ്മന്തി. ഇതാണ് ഇഞ്ചി മാങ്ങ ചമ്മന്തിയുടെ ഫൈനൽ ലുക്ക്. ഇഞ്ചി മാങ്ങ നമ്മൾ ചുട്ട ചമ്മന്തി അരച്ച്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഇഞ്ചി മാങ്ങ ചമ്മന്തി എങ്ങനെയാണ് അരയ്ക്കുന്നതെന്ന് കാണാം. ഇത് കണ്ടോ, മഴ പെയ്തപ്പം മണ്ണിനടിയിലുള്ള ഓരോ വിത്തുകളും കിഴങ്ങുകളും ഒക്കെ ഇങ്ങനെ മുളച്ചു വന്നു തുടങ്ങി. ഇത് കണ്ടോ, ഇതൊന്നും നമ്മൾ തന്നെ നടുന്നതല്ല. ഇത് മഞ്ഞൾ കൂവയൊക്കെ പോലെ ഇരിക്കുന്നു. ഇതിൻ്റെ ഇല ഇന്ന് ഞുള്ളി നോക്കിയാൽ ഇതിന് നല്ലൊരു മണമുണ്ട്. ഇത് ഇഞ്ചി മാങ്ങയാണ്. ഇതിൻ്റെ ഇല ഇങ്ങനെ തിരുമ്മിയിട്ട് മണത്ത് നോക്കുമ്പോൾ ഇഞ്ചിയുടെ മണമുണ്ട്, മാങ്ങയുടെ മണമുണ്ട്. അതുകൊണ്ടായിരിക്കും ഇതിന് ഇഞ്ചി മാങ്ങ എന്ന് പേര് കിട്ടിയത്. ഇത് ചുട്ട് ചമ്മന്തി അരയ്ക്കാനും അച്ചാറിടാനും ഒക്കെ നല്ലതാണ്. ഞാൻ അച്ചാറിട്ട വീഡിയോ യൂട്യൂബിലിട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇതും കൊണ്ട് ചമ്മന്തി അരയ്ക്കാം. ഗ്യാസ് ആവശ്യമില്ലാതെ എനർജി സേവ് ചെയ്തുകൊണ്ടൊരു കറി ഉണ്ടാക്കാം. ഇതെന്താ, ഇത് മനസ്സിലായോ? ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് സൂക്ഷിച്ച് നോക്കിക്കേ. ഇഞ്ചിയല്ല, മഞ്ഞളല്ല, ഇഞ്ചി മാങ്ങയാണ്. ഇതിന് പേര് കിട്ടാൻ കാരണം ഇഞ്ചിയുടെ ടേസ്റ്റും ഉണ്ട്. ഇഞ്ചി പോലെ ഇരിക്കുന്നു. ഇഞ്ചിയുടെ ഒരു കുത്തലൊക്കെ ഉണ്ട്, മാങ്ങയുടെ ഒരു മണമൊക്കെ ഉണ്ട്, ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇത് ഇഞ്ചി മാങ്ങയാണ്. ഇഞ്ചി മാങ്ങ ചുട്ട് ചമ്മന്തി അരയ്ക്കാൻ നല്ലതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ പാചകം കഴിഞ്ഞ്. അപ്പം നല്ല തീക്കനലുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ കനലൊന്നും വേണ്ട, ചൂട് ചാരം മതി കേട്ടോ. ഒത്തിരി വേഗണ്ട, ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ വരും. അപ്പം നമ്മൾ ഇഞ്ചിമാങ്ങ അതിനകത്ത് ഇട്ടു. ഇനി ചാരം കൊണ്ട് അതൊന്ന് മൂടിയിടണം. ഞാൻ ഇഞ്ചി മാങ്ങയുടെ മുകളിലൊരു ചകിരിയും കൂടെ കമത്തി വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടിക്കോളും. നമുക്ക് ഇളക്കി നോക്കാം. വെന്തില്ലെങ്കിൽ വേകാത്ത ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. ബാക്കി ഭാഗം വെന്തില്ല എന്നാൽ പച്ചച്ച കരിഞ്ഞൊക്കെ പോകാൻ അത് കളഞ്ഞിട്ട് നല്ല ഭാഗം എടുത്താൽ മതി. നമ്മൾ അതൊന്ന് മറിച്ചിട്ടു. നമ്മുടെ ഇഞ്ചി മാങ്ങ അവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അറിയാവുന്നവർ ഉണ്ടായിരിക്കും. ചൂടാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ. ചൂട് ചാരത്തിലോ കനലിലോ ഇട്ടിട്ട് നല്ല തീയായിട്ട് പ്രാക്ടീസ് ഉള്ളവർക്ക് ഇങ്ങനെ കൈ കൊണ്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാത്തൊരു സ്പൂണും കൊണ്ടൊക്കെ വേണം എടുക്കാൻ. ഇഞ്ചി മാങ്ങ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കൊരു ഈ അടപ്പയിലെടുത്ത് അകത്തോട്ട് കൊണ്ടുപോകാം. കണ്ടോ, ഇതാണ് ഞാൻ ആ ഇഞ്ചി മാങ്ങ ചെത്തിയെടുത്തത്. നമുക്കതാദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം ഒരു 5-6 കൊച്ചുള്ളി, 5-6 മുളക്, അല്പം കറിവേപ്പില, അല്പം ഉപ്പ്, ഒരു കഷ്ണം ഇഞ്ചി. ഈ പുളിക്ക് മാങ്ങ ഞാൻ വെക്കുന്നത്. മാങ്ങ വേണമെന്നില്ല, വാളംപുളി വെച്ചാലും മതി. അപ്പം മാങ്ങ ഉള്ളത് കൊണ്ട് മാങ്ങ വെച്ചതേ ഉള്ളൂ. തേങ്ങ നമുക്ക് ഇത് അരച്ച് കഴിഞ്ഞിട്ടിടാം. അപ്പോൾ ഇത് ഞാനൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. അരഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി മാങ്ങ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും കൂടി ഇട്ട് അരയ്ക്കാം. തേങ്ങയിട്ടു. ഇനി നമുക്കൊന്നും കൂടെ അരച്ചുകൊണ്ട് വരാം. അരച്ചെടുത്തുകൊണ്ട് വന്നു. ഇനി നമുക്ക് മാങ്ങ ചേർക്കാം. നമ്മൾ ചമ്മന്തി അരച്ച് കഴിഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉണ്ടോ, നല്ല ഇളം മഞ്ഞ കളറിലുള്ള പുളിയുള്ള മാങ്ങാ ചമ്മന്തി പോലെ തന്നെ, എന്നാൽ ഒരല്പം ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റുള്ളൊരു ചമ്മന്തി. അപ്പം നമ്മളിന്നും എനർജി സേവ് ചെയ്തു, ഗ്യാസ് സേവ് ചെയ്ത്, ഗ്യാസ് ആവശ്യമില്ലാത്ത ചമ്മന്തി അരച്ചു. അങ്ങനെ ഒരു കറി കൂടെ ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗ്യാസ് ആവശ്യമില്ലാത്ത കറികളൊക്കെ ഇനി കുറേ കാലത്തേക്ക് ഉണ്ടാക്കാം. എനർജി സേവ് ചെയ്യാം.